മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പോടെ പത്തനംതിട്ട ബ്യൂറോ യാത്ര നടത്തുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അധികം ആരും അറിഞ്ഞ ഒരു സ്ഥലത്തേക്കല്ല യാത്ര പോകുന്നത്. പക്ഷേ പ്രകൃതി അതിന്റെ പച്ചപ്പും ഹരിതാഭവും വേണ്ടുവോളം നൽകിയ ഒരു സ്ഥലമുണ്ട് കോന്നിയിൽ. കോന്നി മെഡിക്കൽ കോളേജിനടുത്തുള്ള 20 ഏക്കർ വെള്ളച്ചാട്ടം. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആരെയും ആകർഷിക്കുന്ന കാഴ്ചകൾ. കോന്നിയിലെ 20 ഏക്കറിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ മഴക്കാലത്തോളം അത്ര മനോഹരമായി ആസ്വദിക്കാൻ പറ്റുന്ന കാലം മറ്റൊന്നില്ല. ഇതാ നമ്മൾ നിൽക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിനടുത്തെ 20 ഏക്കർ എന്ന സ്ഥലത്താണ്. 20 ഏക്കർ വെള്ളച്ചാട്ടമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. വശ്യമനോഹരമാണ്, കണ്ണിന് കാഴ്ചയ്ക്ക് അത്ര കണ്ട് ഇമ്പമാണ് ഈ സ്ഥലത്ത്. മനോഹരമായ വെള്ളച്ചാട്ടം. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. നല്ല മഴയാണ്. കോന്നി 20 ഏക്കറിലാണുള്ളത്. ചേട്ടാ, 20 ഏക്കർ തന്നെയല്ലേ ഇതിന്റെ പേര്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? വൈബ് നല്ല വൈബാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴയാണ്. നല്ല നല്ല ചൂടായിരുന്നു ഒരു ആഴ്ച മുമ്പ്. ശരിക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ മഴ പെയ്തപ്പോൾ നല്ല കാലാവസ്ഥ മാറി, നല്ല തണുപ്പായി. അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമല്ല ഇത്. അറിയപ്പെടാത്ത സ്ഥലമാണ്. ഇപ്പൊ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇപ്പൊ അറിയാൻ തുടങ്ങി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപകടങ്ങൾ ഇന്നേ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നവരെ അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ വെള്ളച്ചാട്ടം വരുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കുറച്ച് പേര് വരും. നല്ല മഴ, നല്ല നല്ല വൈവായതുകൊണ്ട് നമുക്ക് കുറച്ച് പേര് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ വന്ന് സന്തോഷമായിട്ട് പോകും. മഴയുള്ളപ്പോഴേ വെച്ച് തണുപ്പും കാര്യങ്ങളും ഇവിടെ കിട്ടത്തുള്ളൂ. ചൂടാകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. മഴയില്ല, നല്ല സുഖമാണ്. നല്ല തണുത്ത വെള്ളമാണ്. നല്ല വെള്ളച്ചാട്ടം കാണാൻ ആസ്വദിച്ച് പോവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഞങ്ങൾക്ക്. ഒരു വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ അനു ഇളകൊള്ളൂർ ഇവിടേക്ക് എത്തിയത്. അനു വരുമ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ആ സ്റ്റാറ്റസ് ഇട്ട ചേട്ടൻ ബിബിൻ. എന്റെ വീട് ഏതാ? എന്താണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ്? ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലം പെട്ടെന്ന്, പക്ഷേ വല്ലാത്ത സ്റ്റാറ്റസ് ആയി. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമുക്ക് ഇടുന്ന ചെറിയ സ്റ്റോറി പോലെ ഇട്ടെന്നേ ഉള്ളൂ. ഇതുപോലെ ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലം. കാരണം ചേട്ടന്റെ വീട് ഈ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത പ്രദേശത്താണ്. ഒരു ചെറിയ പാലം അങ്ങോട്ട് കിടക്കാൻ. ഇത് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടാണോ ഇങ്ങനെ വീട് വെച്ചത്? അല്ലല്ല, ഇത് കണ്ടപ്പോൾ ഇവിടെ വസ്തു കെട്ടി അങ്ങനെ മേടിച്ചു. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പൊതുവിൽ ആർക്കും അറിയില്ല. അറിയാം, കുറവാണ് ആൾക്കാർക്കൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം. വേറെ വെളിയിലോട്ടുള്ള ആൾക്കാരൊന്നും അറിയില്ല. കവിയുടെ വരികൾ കടമെടുക്കുകയാണ്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പുനർജന്മം ഒരുപക്ഷെ ഒരു കെട്ടുകഥയായിരിക്കാം. എന്തായാലും ഈ ജന്മത്തിൽ കാണാനുള്ളതെല്ലാം ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിച്ച് മടങ്ങുക. സഞ്ജയ് ഇക്ബാലിനും അനു ഇളകൊള്ളൂരിനും അഭിലാഷ് കൈതമണ്ണിനുമൊപ്പം ശ്രീ ശിവകുമാരൻ, 24 പത്തനംതിട്ട.